എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സരനാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഷിജല്ല ഡിസെൻട്രി, ഷിജല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന വയറിളക്ക രോഗം പടർന്നു പിടിക്കുന്നതായിട്ടും അതിൽ തന്നെ കുഞ്ഞുങ്ങളിൽ മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ എങ്ങനെയാണ് നമുക്കറിയാലോ, ഈ മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറിളക്ക രോഗങ്ങൾ വളരെ കോമൺ ആണ്. പക്ഷേ സാധാരണ വയറിളക്ക രോഗങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഷിജല്ല എന്ന് പറയുന്ന ഈ ബാക്ടീരിയ ഉണ്ടാക്കുന്ന വയറിളക്ക രോഗത്തെ തിരിച്ചറിയുന്നത്, എന്തൊക്കെയാണ് ഇതിന് സ്പെഷ്യലായിട്ട് ഉണ്ടാകുന്ന സിംറ്റംസ് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ജനറലി നമ്മൾ ഈ അക്യൂട്ട് ഡയറിയൽ ഡിസീസ്, അതായത് വയറിളക്ക രോഗങ്ങളെ നമ്മൾ ജനറലി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അധിക ശതമാനം 90-95% ഇത് കോസ് ചെയ്യുന്നത് വൈറസുകളാണ്. വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ബാക്ടീരിയകൾ ഉണ്ടാക്കുന്നത്. അതിൽ തന്നെ നല്ലൊരു ശതമാനവും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നമ്മൾ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ്, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, ഭക്ഷണം കൊടുക്കുക, അതുപോലെ തന്നെ ORS ഒക്കെ കൊടുക്കുക. അപ്പോൾ സപ്പോർട്ടീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ തന്നെ ഒരു 95-98% ഡയറിയകളും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അങ്ങ് മാറാറുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ബാക്ടീരിയകൾ, ഷിജല്ല പോലെയുള്ള ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ഡയറിയകളിൽ ചെറിയ ശതമാനം കുട്ടികളിലേക്ക്, അല്ലെങ്കിൽ കുട്ടികളെന്നല്ല, ജനറലി നോക്കുമ്പോൾ വളരെ ചെറിയൊരു ശതമാനം ആളുകളിൽ, പ്രത്യേകിച്ച് കുട്ടികളിൽ, അത് കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനും മരണം വരെ സംഭവിക്കാനും ഇടയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കമ്പയർഡ് ടു വൈറൽ ഡയറിയാസ്, ബാക്ടീരിയൽ ഡയറിയകൾ കുറച്ചുകൂടി സീരിയസ് കണ്ടീഷൻസ് ആണ്. അതിൽ തന്നെ ഒരു ചെറിയ ശതമാനം ആളുകൾ വളരെ സീരിയസ് ആയ അവസ്ഥയിലേക്ക് പോകാനും കോംപ്ലിക്കേഷൻസ് കാരണം മരണപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, എങ്ങനെയാണ് ഈ ഷിജല്ല ഡിസെൻട്രിയെ നമ്മൾ തിരിച്ചറിയുന്നത്? ജനറലായി നോക്കുമ്പോൾ വാട്ടറി ഡയറിയ, അതായത് വെള്ളം പോലെ മലം പോവുക. ഓക്കെ, അതിൽ മ്യൂക്കസും അതുപോലെ തന്നെ ബ്ലഡും ഒന്നുമില്ല, വെള്ളം പോലെ മഞ്ഞ കളറോ അല്ലെങ്കിൽ ഭയങ്കര വാട്ടറി ആയിട്ട് പോവുക. അത് സാധാരണ കാണുന്നത് വൈറൽ ഡയറിയാസ് ആണ്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന വൈറസുകളെ പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടാ വൈറസ്, അഡിനോ വൈറസ്, ഇതൊക്കെയാണ് സാധാരണ ഡയറി ഉണ്ടാക്കുന്ന വൈറസുകൾ. അപ്പോൾ അതിൽ വാട്ടറി ഡയറിയ. എന്നാൽ ഡിസെൻട്രി എന്ന് പറയുന്നത് എന്താണ്? മലത്തിൽ രക്തം കാണും. അധികവും നമുക്ക് ഷിജല്ല ഉണ്ടാക്കുന്നത് ഡിസെൻട്രിയാണ്. അപ്പോൾ അതിൽ നമുക്ക് സാധാരണ രീതിയിൽ മലത്തിൽ വെള്ളം പോലെയുള്ള ഡയറിയുടെ കൂടെ തന്നെ അതിൽ രക്തവും അതുപോലെ തന്നെ കഫവും രക്തവും കാണുന്നത് വളരെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിംറ്റമാണ്. എന്നാൽ എപ്പോഴും അത് കാണണമെന്ന് നിർബന്ധമില്ല കേട്ടോ. പക്ഷേ കൂടുതൽ കേസുകളിൽ കാണാറുണ്ട്. അതൊന്നാമത്തെ ഡിഫറൻസ്. രണ്ടാമത്തെ, സാധാരണ വൈറൽ ഡയറിയകളിൽ പനി വലിയ ഒരു സിംറ്റമായിട്ട് കാണാറില്ല. ചെറിയ പനി, ഓക്കെ, കുട്ടി ഭയങ്കര സിക്കൊന്നും ആവില്ല. നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം കൊടുക്കുക, ഹൈഡ്രേറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കുട്ടിക്ക്, അതായത് ഭയങ്കര കുട്ടി ഒരു സിക്ക് അവസ്ഥയിലേക്ക് പോവാതെ നമുക്ക് വൈറൽ ഡയറിയ മാനേജ് ചെയ്യാൻ പറ്റും. എന്നാൽ ബാക്ടീരിയൽ ഡയറിയ, പ്രത്യേകിച്ച് ഷിജല്ലയിൽ നല്ല പനിയായിരിക്കും. അതായത് സിവിയർ, നല്ല ഹൈ ടെമ്പറേച്ചറും, അതിൽ തന്നെ കുട്ടി വളരെ സിക്കായിട്ട് വളരെ തളർന്നു പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടാവും. സിവിയർ ഡീഹൈഡ്രേഷൻ, അത് ബാക്ടീരിയൽ, പ്രത്യേകിച്ച് ഷിജല്ല ഡയറിയയിൽ വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും കമ്പയർഡ് ടു വൈറൽ ഡയറിയ. അതായത് കുട്ടി ഈ പറഞ്ഞ പോലെ വളരെ തളർന്നു പോവുകയും വെള്ളം കുടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയും കണ്ണുകൾ കുഴിഞ്ഞു പോവുക. ഇപ്പോൾ ഒരു 1-1.5 വയസ്സിൽ താഴെയുള്ള കുട്ടിയാണെങ്കിൽ നമ്മുടെ നിറകിലൊരു പതപ്പുണ്ടാവും, അത് കുഴിഞ്ഞു പോവുക. പിന്നെ അതുപോലെ തന്നെ ചുണ്ടും നാക്കൊക്കെ നോക്കുമ്പോൾ വറ്റി വരണ്ടു പോവുക, മൂത്രത്തിൻ്റെ അളവ് കുറയുക. ഇതെല്ലാം ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആവുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ സിവിയർ ഡീഹൈഡ്രേഷനിലേക്ക് പോകുമ്പോൾ കുട്ടി അങ്ങനെ ബോധം കെട്ടു പോവുകയും കുട്ടിയുടെ സെൻസോറിയം തന്നെ ഓൾട്ടേർഡ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും സിവിയർ ഡീഹൈഡ്രേഷനും സാധാരണ രീതിയിൽ കാണുന്നത് ഷിജല്ല ഡിസെൻട്രി അല്ലെങ്കിൽ ബാക്ടീരിയൽ ഡിസെൻട്രികളിലാണ്. പിന്നെ അതുപോലെ തന്നെ സിവിയർ ആയിട്ടുള്ള അബ്ഡോമിനൽ പെയിന്, വയറുവേദന, വൈറൽ ഡയറിയകളിൽ വളരെ മൈൽഡായിട്ടേ കാണാറുള്ളൂ. എന്നാൽ ഷിജല്ല ഡിസെൻട്രിയിൽ സിവിയർ വൈറൽ വേദന, അതായത് വയറിലൊന്നും ഇല്ലെങ്കിൽ പോലും ആ വയറുവേദന, പ്രത്യേകിച്ചിട്ട് എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് പോകണം എന്നുള്ള തോന്നൽ, പിന്നെ നമ്മൾ മലം പോകുന്ന സമയത്ത് സിവിയർ ആയിട്ടുള്ള പെയിന്, ഇതെല്ലാം സാധാരണ കാണുന്നത് ഷിജല്ല ഡിസെൻട്രിയിലാണ്. സോ മലത്തിൽ രക്തം കാണുക, കഠിനമായ വയറുവേദന, കഠിനമായ പനി, കഠിനമായ ഡീഹൈഡ്രേഷൻ, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് അത് ബാക്ടീരിയൽ ഡയറിയ ആണോ അല്ലെങ്കിൽ ഷിജല്ലയാണോ എന്ന് കൂടുതൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള എന്ത് സംഭവങ്ങൾ കണ്ടാലും നിങ്ങളത് ഒരിക്കലും വീട്ടിൽ വെച്ചിരിക്കരുത്. എത്രയും വേഗം ഒരു മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യണം. ഇനി എന്തുകൊണ്ടാണ് ഈ ഷിജല്ല ഡയറിയ എന്തുകൊണ്ടാണ് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നതും മരണത്തിന് കാരണമാവുന്നതും? കമ്പയർഡ് ടു വൈറൽ ഡയറിയാസ്, ഈ പറയുന്ന ബാക്ടീരിയകൾ നമ്മുടെ കുടലിൻ്റെ ഉള്ളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ കുടലിൻ്റെ ഉള്ളിൽ ഇത് പലതരത്തിലുള്ള വിഷവസ്തുക്കൾ, അതിനെ ടോക്സിൻ എന്നാണ് പറയുക, ഷിജല്ലയുടെ ഷിഗ ടോക്സിൻ എന്ന് പറയും. അങ്ങനെയുള്ള വിഷപദാർത്ഥങ്ങൾ ഇത് ഈ ബാക്ടീരിയ പെറ്റുപെരുകി അത് വിഷപദാർത്ഥങ്ങളായിട്ടുള്ള ടോക്സിൻസ് നമ്മുടെ കുടലിൽ ഉണ്ടാക്കുന്നു. ഈ ടോക്സിൻസ് ആണ് നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കുകയും ചിലപ്പോൾ മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യുന്നു. ഇതിൻ്റെ പ്രധാന കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൺലൈക്ക് വൈറൽ ഡയറിയാസ്, ഇതിന് നമ്മുടെ തലച്ചോറിനെ, എല്ലാ കേസുകളിലും അല്ല, ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ശതമാനം ഷിജല്ല ഡിസെൻട്രിയും വലിയ പ്രശ്നങ്ങളില്ലാതെ സപ്പോർട്ടീവ് മാനേജ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മാറുന്നതാണ്. എന്നാൽ ഷിജല്ല ഡിസെൻട്രിയിൽ തന്നെ വളരെ ചെറിയൊരു ശതമാനമാണ് ഇത്തരത്തിൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാറുള്ളതും മരണത്തിൽ കലാശിക്കാറുള്ളതും. അതിനുള്ള കാരണങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മുടെ തലച്ചോറിനെ വരെ ബാധിക്കാം.
അതായത് ഷിജല്ല എൻകെഫലോപ്പതി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോവാം. അപ്പോൾ കുട്ടിക്ക് ഇതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ സീഷേഴ്സ്, അതായത് അപസ്മാരം ഉണ്ടാവാം, ബോധം പോവാം, ഓൾട്ടേർഡ് സെൻസോറിയം ഉണ്ടാവാം. അങ്ങനെ കുട്ടി കോമയിലേക്ക്, അല്ലെങ്കിൽ ആ ആൾ കോമയിലേക്കും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയിട്ട് മരണത്തിലേക്ക് കലാശിക്കാനുള്ള ഷിജല്ല എൻകെഫലോപ്പതി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാം. രണ്ടാമത്തേത് ബാക്ടീരിയമീയ, അതായത് ഈ പറയുന്ന ടോക്സിൻസ്, ബാക്ടീരിയൽ ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ കലർന്ന് അത് ടോട്ടലായിട്ട് ഒരു സെപ്റ്റിസീമിയ എന്ന് പറയുന്ന ഒരു വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, അതായത് നമ്മുടെ ശരീരം മുഴുവൻ ആ ടോക്സിൻ വ്യാപിച്ച് അതിൻ്റേതായിട്ടുള്ള ഒരു സെപ്സിസിലേക്ക് പോകുന്ന ഒരു ഇൻഫെക്ഷൻ, വളരെ സിവിയർ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം. അതിൻ്റെ ഫലമായിട്ടും മരണം സംഭവിക്കാം. മൂന്നാമത്തേത് HUS എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഹീമോലൈറ്റിക് യുറീമിക് സിൻഡ്രോം എന്ന് പറയും. അതായത് ഇത് വളരെ സിവിയർ ആയിട്ട് നമ്മുടെ കിഡ്നികളെ ബാധിക്കാനും അതുവഴി നമ്മുടെ മൂത്രത്തിലൂടെ രക്തം പോകാനും പ്ലേറ്റ്ലെറ്റ് കുറയാനും ഒക്കെയുള്ള ഒരു അവസ്ഥ. അതും ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് ഹീമോലൈറ്റിക് യുറീമിക് സിൻഡ്രോം. അപ്പോൾ അങ്ങനെ ഒരു കിഡ്നി ഫെയിലിയറിലേക്ക് പോയിട്ടും ചിലപ്പോൾ നമുക്ക് മരണം സംഭവിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ പോലും സിവിയർ ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് IV ഫ്ലൂയിഡ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്ന ORS ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ വളരെ സിവിയർ ഡീഹൈഡ്രേഷൻ ഉണ്ടായിട്ട് ആ ഒരു ഡീഹൈഡ്രേഷൻ കൊണ്ട് മാത്രം തന്നെ ചിലപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളിൽ മരണം സംഭവിക്കാം. സോ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് കാണുന്നത് ഇത്തരത്തിലുള്ള ഡിസെൻട്രി, അതായത് ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന വയറിളക്ക രോഗങ്ങളിലാണ്. അപ്പോൾ അത് തന്നെ ഈ ഷിജല്ല എന്ന് പറയുന്ന ഈ പറയുന്ന ബാക്ടീരിയ കുറച്ച് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് കുട്ടികൾ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രിവെൻറ്റ് ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെല്ലാം പകരുന്നത് വൃത്തിഹീനമായിട്ടുള്ള വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയാണ്. അപ്പോൾ എന്താണ്, എല്ലാ ഡയറികളിലും പറയുന്ന പോലെ തന്നെ ശുചിത്വം, വ്യക്തി ശുചിത്വം എന്നുള്ളതാണ് നമുക്ക് ഷിഗല്ലേനെയും പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏക മാർഗം. വീട്ടിൽ ഭക്ഷണം വൃത്തിയായിട്ട് പാകം ചെയ്യുക, ഭക്ഷണം അടച്ചു വെക്കുക, കൈകൾ വൃത്തിയായിട്ട്, പ്രത്യേകിച്ച് ടോയ്ലറ്റിൽ പോയി വന്നതിന് ശേഷമൊക്കെ വൃത്തിയായിട്ട് കഴുകുക, നഖങ്ങളെല്ലാം വൃത്തിയായിട്ട് വെട്ടി സൂക്ഷിക്കുക, കൈ കഴുകൽ, ഈ ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്നതാണ് പ്രത്യേകിച്ചിട്ട് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്. പിന്നെ നമ്മൾ പുറത്തൊക്കെ ഇപ്പോൾ മഴക്കാലമാണ്, പല സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ നമുക്കറിയില്ല നമ്മുടെ വീട്ടിലെ വെള്ളം, കിണറ്റിലെ വെള്ളമൊക്കെ പല തരത്തിലുള്ള, ഇപ്പോൾ പല കക്കൂസ് മാലിന്യം അങ്ങനെയൊക്കെ വന്നിട്ട് കണ്ടാമിനേറ്റഡ് ആവാനുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ ഒരിക്കലും പച്ചവെള്ളം ഒരിക്കലും കുടിക്കരുത്, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. പുറത്തുനിന്ന് വൃത്തിഹീനമായിട്ടുള്ള പല തട്ടുകടകളിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണവും വെള്ളവും വാങ്ങി കുടിക്കുന്നത് ഒഴിവാക്കുക. പരമാവധി, അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെയും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും ശുചിത്വം, അതാണ് നമ്മൾ പ്രത്യേകമായിട്ട്, അതിപ്പോൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിലും പുറത്ത് ഉണ്ടാക്കുന്നതാണെങ്കിലും മാക്സിമം നമ്മളത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഇതിൻ്റെ ഒരു പ്രിവെൻഷനായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ആൻറ്റിബയോട്ടിക് ആവശ്യമായിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് ഹൈഡ്രേഷൻ, ഞാൻ പറഞ്ഞല്ലോ ഡീഹൈഡ്രേഷനാണ് ഇതിൻ്റെ മെയിനായിട്ടൊരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഹൈഡ്രേഷൻ, ORS എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക മാജിക് ലായനി, നമ്മൾക്ക് പറയുമ്പോൾ വളരെ സിമ്പിളായി തോന്നും, പക്ഷേ ORS, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ, അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ മാനേജ്മെൻറ്റിൽ. നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന, ഇപ്പോൾ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കൊടുക്കാം, നാരങ്ങ വെള്ളത്തിൽ ഉപ്പും പഞ്ചസാര ഇട്ടിട്ട് കൊടുക്കാം, അതുപോലെ തന്നെ മോരും വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് കുടിപ്പിക്കാവുന്നതാണ്. ഇതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ORS കൂടി ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യുക. അതായത് പ്രത്യേകിച്ച് കുട്ടികളിൽ അവരുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന വെള്ളത്തിനനുസരിച്ചിട്ട് നമ്മളത് റിപ്ലനിഷ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഷിജല്ലയാണെന്നുണ്ടെങ്കിൽ വേണ്ട ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കേണ്ടതുണ്ട്. കൂടെ സിങ്ക് എന്ന് പറയുന്ന ഒരു മെഡിസിൻ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. കൂടെ തന്നെ പ്രോബയോട്ടിക്കുകൾ എന്ന് പറയുന്ന മരുന്നുകൾ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റും പ്ലസ് ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകളാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് ആൻറ്റിബയോട്ടിക് ഒരിക്കലും സ്വന്തമായിട്ട് തുടങ്ങരുത്. ഡോക്ടറെ കണ്ടിട്ട് ഇത് ഷിജല്ലയാണ് അല്ലെങ്കിൽ ബാക്ടീരിയൽ ആണെന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ബ്ലഡ് ടെസ്റ്റുകളും സ്റ്റൂളൊക്കെ എക്സാമിൻ ചെയ്തിട്ട് വൈറലാണെന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല. എല്ലാ വയറിളക്കത്തിനും ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. വളരെ ചെറിയ ശതമാനം ഇത്തരത്തിലുള്ള ബാക്ടീരിയൽ ഡയറികൾക്ക് മാത്രമാണ് അത് ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞതിന് ശേഷം മാത്രം ആൻറ്റിബയോട്ടിക്കിൻ്റെ കാര്യത്തിൽ തീരുമാനിക്കുക. പക്ഷേ ഹൈഡ്രേഷൻ വളരെ മുഖ്യമാണ്. ഭക്ഷണം, പലരും ചെയ്യുന്ന വേറൊരു തെറ്റ് ഭക്ഷണം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന നല്ല ഭക്ഷണം, കട്ടിയാഹാരങ്ങൾ വയറിളക്കമുള്ള കുട്ടികൾക്കാണെങ്കിലും വലിയ ആൾക്കാർക്കാണെങ്കിലും കൊടുക്കാം. വെള്ളം മാത്രമേ കൊടുക്കാവൂ എന്നല്ല പറയുന്നത്. ഭക്ഷണം നോർമലായിട്ട് കഴിക്കാം, അതിൻ്റെ കൂടെ തന്നെ കൂടുതലായിട്ട് വെള്ളം നമ്മൾ കഴിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഷിജല്ലയെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ വീട്ടിൽ പ്രത്യേകിച്ചിട്ട് ആരെങ്കിലുമൊക്കെ, ഇപ്പോൾ നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സ്ഥലത്ത് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽപ്പക്കങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ വ്യക്തി ശുചിത്വം എഗൈൻ ആൻഡ് എഗൈൻ ഞാൻ അതാണ് പറയുന്നത്. കുട്ടികളെയും പഠിപ്പിക്കുക, വീട്ടിലും വളരെ വൃത്തിയായിട്ട് അത് പാലിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് അതിനെപ്പറ്റി പറഞ്ഞു തരാനുള്ളത്. പ്രത്യേക സാഹചര്യത്തിൽ മാക്സിമം പേരിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യൂ. ബൈ.